ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. നമ്മൾ എല്ലാം തികഞ്ഞവരാകണമെന്നില്ല. ഞാൻ പെർഫെക്ഷനിസ്റ്റാണ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അഭിമാനമാണ്. എല്ലാം കൃത്യമായിരിക്കണം, തെറ്റില്ലാതെ ആയിരിക്കണം, മികച്ചതായിരിക്കണം. ഇതൊക്കെ നല്ലതായി തോന്നും. പക്ഷേ പൂർണ്ണതയുടെ ഈ മോഹം പലപ്പോഴും പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നു. പൂർണ്ണത തേടിയാൽ പലപ്പോഴും പ്രവർത്തനം തുടങ്ങാതെ അവിടെ തന്നെ നിൽക്കും. പലരും ജോലികൾ തുടങ്ങാതെ ഇരിക്കുന്നതിന് പറയുന്ന പ്രധാന കാരണം ഇതിന് ഞാൻ ഇനിയും തയ്യാറായില്ല എന്നതാണ്. ഇനിയും പഠിക്കേണ്ടതുണ്ട്, ഇനിയും പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നത് പെർഫെക്ഷനിസമാണ്. പൂർണ്ണമായി തയ്യാറാകുന്നതുവരെ തുടങ്ങില്ല എന്ന തീരുമാനമാണ് പലരെയും ഒരിക്കലും തുടങ്ങാതെ ഇരിക്കാൻ ഇടയാക്കുന്നത്. ഇത് അലസതയായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഭയത്തിന്റെ മറ്റൊരു രൂപമാണ്. പെർഫെക്ഷനിസ്റ്റായ ഒരാൾക്ക് പിഴവുകൾ സഹിക്കാനാവില്ല. ഒരു ചെറിയ തെറ്റ് പോലും അവരെ ഉള്ളിൽ നിന്ന് തകർക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ആശങ്ക, വിമർശനം ഏറ്റെടുക്കാൻ കഴിയാത്ത മനോഭാവം, ഇതെല്ലാം ചേർന്ന് പ്രവർത്തനം തന്നെ മുടക്കും. പക്ഷേ പിഴവുകളില്ലാതെ ഒന്നും പഠിക്കാനാവില്ല. പരാജയങ്ങളില്ലാതെ വളർച്ചയുമില്ല. ആക്ഷനാണ് യഥാർത്ഥ അധ്യാപകൻ. പൂർണ്ണത തേടുന്നതിന് പകരം പ്രവർത്തനം തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ടുകളും സാധ്യതകളും നമുക്ക് മനസ്സിലാകൂ. ആദ്യ ശ്രമം ഒരിക്കലും പൂർണ്ണമായിരിക്കില്ല, പക്ഷേ അതാണ് തുടർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. ചെറിയ തെറ്റുകൾ തിരുത്തിക്കൊണ്ടാണ് യഥാർത്ഥ മെച്ചപ്പെടൽ ഉണ്ടാകുന്നത്. പെർഫെക്ഷനിസം നമ്മളെ പ്ലാനിങ്ങിൽ കൊടുക്കുമ്പോൾ ആക്ഷൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. പെർഫെക്ഷനിസം ഉള്ളവരുടെ ആത്മവിശ്വാസം സ്വന്തം ശ്രമത്തിലല്ല, ഫലത്തിന്റെ പൂർണ്ണതയെ ആണ് ആശ്രയിക്കുന്നത്. ഫലത്തിൽ അല്പം പാളിച്ച ഉണ്ടായാൽ അവർ സ്വയം സംശയിക്കാൻ തുടങ്ങും. പക്ഷേ തെറ്റുകൾ തിരുത്തി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആത്മവിശ്വാസം അനുഭവങ്ങളിലൂടെയാണ് വരുന്നത്. ഓരോ ശ്രമവും, ഓരോ തിരുത്തലും, ഓരോ മുന്നേറ്റവും ആത്മവിശ്വാസം കൂട്ടും. പൂർണ്ണതയേക്കാൾ പുരോഗതിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും മെച്ചപ്പെടാനുള്ള വഴി. ഇന്ന് അല്പം മെച്ചപ്പെട്ടാൽ മതി, ഇന്നലത്തേക്കാൾ മുന്നോട്ട് പോയാൽ മതി, നാളെ വീണ്ടും മെച്ചപ്പെടുത്താം. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. ജീവിതം ഒരു ഡ്രാഫ്റ്റ് എഴുത്ത് പോലെയാണ്. തിരുത്തലുകൾക്ക് അവസരമുണ്ട്. ആദ്യ വരി തന്നെ പൂർണ്ണമായിരിക്കണം എന്ന് കരുതിയാൽ പുസ്തകം ഒരിക്കലും എഴുതപ്പെടില്ല. നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ തന്നെ ഉയർന്ന പ്രതീക്ഷകളാകരുത്. പിഴവുകളെ ശത്രുവായി കാണരുത്. അവയാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ. തുടങ്ങുക, പിഴവുകൾ അനുവദിക്കുക, തിരുത്തുക, മുന്നോട്ടു പോവുക.